മൺചട്ടിയിലാണ് ഞാൻ മീൻ കറി വയ്ക്കുന്നത്. ചട്ടി കറുത്തിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കുന്നത്. കുറച്ച് പഴക്കമുള്ള ചട്ടിയാണ് കേട്ടോ. ഒരുപാട് മൺപാത്രങ്ങളുണ്ട് ഇവിടെ. അതായത് നേരത്തെ കലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി. ഇപ്പം മൺചട്ടികൾ കുറേ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നാണക്കേടുണ്ടോ? എനിക്ക് ഒരു നാണക്കേടും ഇല്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിപ്പോൾ അടുപ്പിൽ തീ അണഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിറകടുപ്പിൽ വെച്ച് തന്നെ ഇത് ഒരുപാട് ഉപയോഗിച്ച ചട്ടിയാട്ടോ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ വിറകടുപ്പിൽ വെച്ച് കറുത്തിട്ടാണ്. ചുവന്ന ചട്ടിയായിരുന്നു, കറുത്തിട്ടാണ്. അങ്ങനെയല്ലേ പഴയ കഴിയുമ്പോൾ ചട്ടിയുടെ കളറ് കരി പിടിച്ച് വെന്ത് വരുമ്പോൾ ചട്ടിയുടെ കളർ മാറും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചട്ടി സൂപ്പറാവുള്ളൂ. അപ്പോൾ ഞാൻ മൺചട്ടിയിൽ കറി വയ്ക്കാൻ പോവാണ്. അപ്പം മത്തിയാണിന്ന് കറി കേട്ടോ, മത്തിക്കറിയാണ്. അപ്പോൾ ചക്ക ഉണ്ട് കേട്ടോ. രാവിലെ ചക്ക വേവിച്ചുകൊണ്ട്. അപ്പോൾ ചക്കപ്പുഴുക്കിന് സാധാരണ ഇവിടെ കടുമാങ്ങ അച്ചാറുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാണ്. കൊച്ചുമോനാണ് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പം കടുമാങ്ങ അച്ചാറില്ല. അപ്പോൾ രാവിലെ മത്തി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ മത്തിക്കറി മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം അത് നല്ലതാണ് കേട്ടോ. നമ്മളെപ്പോഴും ആർപ്പാടത്തിൻ്റെ പുറകെ പോയാലേ അത് ദോഷം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പിന്നെ മൺപാത്രങ്ങൾക്കകത്ത് പണ്ട് ചോറ് വരെ വെച്ചിരുന്നത് മൺകലത്തിനകത്തായിരുന്നു അല്ലേ. മൺകലത്തിനകത്താണ് ചോറ് വെച്ചിരുന്നത്. അപ്പോൾ ആ ചോറൊന്നും കേടാവില്ല, അതാണ് എൻ്റെ. ഇപ്പോൾ ശരിക്കും ഒരു അലുമിനിയം പാത്രത്തിനകത്ത് നമ്മൾ ചോറ് കഴിച്ചാൽ എത്ര നല്ല അരിയാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കും എല്ലാത്തിനും സ്മെല്ലും കൊള്ളത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ പഴഞ്ചോറ് കഴിക്കാനായിട്ട് നല്ലതായിരുന്നു അല്ലേ. നല്ലതായിരുന്നു പഴഞ്ചോറെന്ന് പറഞ്ഞാൽ. പഴങ്കഞ്ഞിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകും ചുവന്നുള്ളിയും അങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ കുത്തി ഉടച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഒഴിച്ച് കയ്യിലൊക്കെ ഒഴിച്ച് അല്ല മോരുകറിയോ തീയിലോ മീൻ പൊരിച്ചോ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു അല്ലേ. ഇപ്പം പഴങ്കഞ്ഞി പഴയ പോലെ ഓരോരുത്തർ കുടിച്ച് തുടങ്ങി. ഷുഗറുള്ളവർക്കൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് 4 നേരം ഫുഡ് അങ്ങനെ ഈ പറയുന്ന പോലെ ചോറ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചൂട് സമയമാകുമ്പോഴാണ് പഴങ്കഞ്ഞിക്കകത്ത് പ്രത്യേക വൈദ്യുതിയുണ്ട്, ബാക്ടീരിയ. അതായത് നമ്മുടെ വയറിന് വേണ്ട നല്ല ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉണ്ടാക്കാൻ കഴിവുണ്ട് പഴങ്കഞ്ഞിക്ക്. നല്ല ബാക്ടീരിയ അതുണ്ടാക്കാനുള്ള കഴിവ് പഴങ്കഞ്ഞിക്കുണ്ട്. അതാണ് പഴങ്കഞ്ഞിയുടെ ഒരു പ്രത്യേകത. പിന്നെ വയറ് തണുപ്പ്, അതായത് തണുപ്പിൽ തണുപ്പാണ്, കൂളിങ്ങാണ്, വയറ് ചൂടാവില്ല. വയറ് പ്രത്യേകിച്ച് അസുഖങ്ങൾ വരില്ല. പഴയ ഇതിൽ തന്നെ വയറ് നല്ല തണുപ്പെന്ന് പറയും, കൂളിങ് നല്ല. ചുവന്നുള്ളി എന്ന് പറഞ്ഞാൽ വയറിനെ തണുപ്പിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ സംഭവങ്ങളും അതിന് പഴങ്കഞ്ഞിക്ക് നമ്മളൊരു പ്രത്യേകതരം കറികളൊക്കെ കൂട്ടിയല്ലേ കഴിക്കുന്നത്. തലേദിവസത്തെ കറികളായാലും മീൻ പൊരിച്ചത്, തീയൽ അല്ലേ, മോര്, തൈര്, അതിൻ്റെ കൂടെ ഒരു കാന്താരിയോ നല്ല 1.5 പച്ചമുളക്, നല്ല ഫ്രഷ് പച്ചമുളകായിരിക്കണം കേട്ടോ. കടല മുളകൊന്നും കൊള്ളില്ല. നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ കാന്താരി ഒന്നും എടുത്തൊന്ന് കുത്തി ഉടച്ചിട്ട് പഴങ്കഞ്ഞി ഒന്ന് കുടിച്ചിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ ഈ തക്കാളി ഞാൻ ഇതിനകത്ത് സാധാരണ തക്കാളി ഒന്നും ഇടാറില്ല. കുടംപുളിയാണ് ഇടാറ്. കറിക്ക് നമ്മളിപ്പോൾ ഈ മുളക് കൂടുതൽ ചേർക്കുമ്പോൾ എരിവ് കൂടുതലേ. അപ്പോൾ തക്കാളി നമ്മൾ നല്ലോണം ചേർത്തിട്ട് വഴറ്റി കയറുമ്പോൾ എല്ലാവർക്കും അറിയാം കറിക്ക് കൊഴുപ്പും കൂടും എരിവും കുറയും. കുടംപുളി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചുമ്മാ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടാണ്. ഞാൻ ഫോൺ സത്യം പറഞ്ഞാൽ കയ്യിൽ പിടിച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നു. ഇച്ചിരി മല്ലിപ്പൊടി, ചിലരാണ് മല്ലിപ്പൊടി ചേർക്കില്ല. ഒരു പൊടിക്ക് മല്ലിപ്പൊടി ചേർക്കും, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഒത്തിരി ചേർക്കില്ല. ആണ് ഞാൻ പാണ്ടിമുളകും പിരിയമുളകും കൂടെ ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. അപ്പം കൊഴുപ്പും കിട്ടും, കറിയുടെ എരിവും ഇച്ചിരി കുറയും. അതുകൊണ്ട് പാണ്ടിമുളകും പിരിയമുളകും കൂടെ ചേർത്തിട്ടാണ് പൊടിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഓർത്ത് നോക്കിയാൽ പണ്ടൊക്കെ മിഷ്യൻ ഈ മില്ലുകളിലൊക്കെ പണ്ടുള്ള കാലത്ത് മില്ലുകളിൽ പോയിട്ടല്ല മുളകൊക്കെ പൊടിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വീട്ടിൽ തന്നെ മുളക് ചൂടാക്കി ഉരലിട്ടാണ്. സത്യം പറഞ്ഞാൽ ഓണമൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലെ ഓർമ്മയുണ്ട്, ഉരലുണ്ട് വീട്ടിൽ. ഈ പറഞ്ഞ മരത്തിൻ്റെ ഉരലാണ്. അതിനകത്തിട്ട് ഞങ്ങളുടെ അമ്മ പൊടിക്കുന്നത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇതുപോലെ മുളകിട്ട് കറി വയ്ക്കാനാണെങ്കിൽ അമ്മ മല്ലി മുളകും മഞ്ഞളൊക്കെ അന്നേരം പൊടിയല്ല, കഷ്ണമാണ്. ഉണക്കിയ പച്ചമഞ്ഞൾ ഉണക്കിയതാണ്, ഉണക്കിയ ചെറിയ കഷ്ണങ്ങളാണ്. അതും കൂടെയൊക്കെ ഇനി കല്ലിലിട്ട് അരയ്ക്കുന്നുണ്ട്. അതോർത്താൽ ഇപ്പോൾ ഉള്ളവർക്ക് എന്ത് നല്ലതല്ലേ. മിക്സിയായി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം പൊടിയായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ആളുകൾക്ക് സമയമില്ല. അതിനനുസരിച്ച് മറ്റുള്ള ജോലി കൂടുതലാണ്. ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല. പണ്ടൊക്കെ എല്ലാം കല്ലിലാണ് അരയ്ക്കുന്നത്. ഇപ്പം മിക്സി മുളകിന് കുത്തിൽ വന്നപ്പോൾ ചുമയ്ക്കുന്നു. മിക്സിയൊക്കെ ഉണ്ട്, എല്ലാത്തിനും എളുപ്പമാണ്. പിന്നെ ചക്കയ്ക്ക് ഇത് കൂട്ടി കറി വയ്ക്കണം. എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ പണ്ടത്തെ മത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നേ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മ, എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അമ്മ ഉണ്ടല്ലോ വലിയ മത്തി ഉണ്ടല്ലോ, നാടൻ മത്തി നിങ്ങൾക്ക് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് തല ചെറുതായിരിക്കും, നല്ല ഓവൽ ഷേപ്പിൽ, നീളമല്ല, വാലിൻ്റെ അവിടെ കൊണ്ട് മാത്രം ഇച്ചിരി ഇതായിരിക്കും, തല ചെറുതായിരിക്കും കേട്ടോ. നാടൻ മത്തി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഫ്രഷ് നല്ല മത്തി പണ്ടൊക്കെ ആയിരുന്നപ്പോൾ കിട്ടുമായിരുന്നു. ഇപ്പോഴും ഈ പറയുന്നത് പോലെ ഫ്രഷ് അങ്ങനെ കിട്ടുമോ?
അപ്പോൾ നമ്മുടെ അമ്മ ഞാൻ ഓർക്കുന്നുണ്ട് തീക്കനലിനകത്ത് ചുട്ട് തരും. നല്ല ഫ്രഷ് മത്തി തീക്കനലിനകത്ത് ചുട്ട് തരും. ചുട്ട മത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്രഷ് മത്തി ആയിരിക്കണം, അടിപൊളി ടേസ്റ്റാണ്. പണ്ടത്തെ മീനിൻ്റെ മത്തിയുടെ ടേസ്റ്റ് ഇപ്പോഴത്തെ ഒരു മത്തിക്കും ഇല്ല. ഇപ്പോഴത്തെ മത്തി എന്തിനുമുള്ള ഒരു ടേസ്റ്റില്ല. പിന്നെ നമ്മൾ കഴിക്കുന്നു അത്രേ ഉള്ളൂ. കൊച്ചുള്ളി ഞാൻ ഇടുന്ന സത്യം പറഞ്ഞു, പക്ഷേ കൊച്ചുള്ളി ഇല്ലായിരുന്നേ, അതുകൊണ്ടിട്ട്. മത്തിക്കറി ശരിക്കും പറഞ്ഞാണ്ടല്ലോ ചൂടോടെ കഴിക്കണം. അത് തന്നെയല്ല, ചൂടോടെ നല്ലതായിരിക്കും, ഒന്നുകൂടെ ടേസ്റ്റാണ്. അത് തന്നെയല്ല കേട്ടോ. പിന്നെ മുഴുവൻ മത്തി ഞാൻ മുറിക്കത്തില്ല കേട്ടോ. എനിക്ക് മത്തി മുഴുവൻ ഇടുന്നതാണ് ഇഷ്ടം. മുറിക്കാതെ ഇട്ടത് എനിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. മുറിച്ചിടുന്ന മത്തി മുറിക്കാതെ ഇടുന്ന മത്തിയുടെ ടേസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. അടിപൊളിയാണ് മുറിക്കാതെ ഇടുന്ന മത്തിക്ക്. കറിവേപ്പില ഇതിൻ്റെ മുകളിലിങ്ങനെ ഞാനിങ്ങനെ ഒരുപാട് ഇടും. എനിക്കിഷ്ടമാണ് കേട്ടോ കറിവേപ്പില. പണ്ട് നാടൻ കറിവേപ്പെന്ന് പറഞ്ഞ സാധനം അത് അടുത്തൂടെ പോലും പോകാൻ പറ്റത്തില്ല, അതുപോലെ മണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കറിവേപ്പിലേക്ക് അത്രയ്ക്ക് നല്ല മണമില്ല കേട്ടോ. ഗുണം കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ, നല്ലപോലെ വെന്ത് ചാറൊക്കെ കുറുകട്ടെ. കറി റെഡിയായി കാണുമെന്ന് നോക്കട്ടെ. ഓഹോ, എന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവിക്കഴിഞ്ഞാൽ അടിപൊളി. ചാറോട് ഒരുപാടങ്ങ് ഞാൻ വറ്റിക്കുന്നില്ല. എന്നറിയോ, ചക്ക കുഴച്ചതുണ്ടല്ലോ, ചക്ക കുഴച്ച് വെച്ചത്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒരുപാട് ചാറൊഴിക്കണം അല്ലേ, എന്നാലേ അതൊരു കഴിക്കാനൊരു സുഖമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാറ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ കാണാം കേട്ടോ.